കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം ഇന്ന് രാവിലെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പവർ വിഷനിൽ വെച്ച് നടക്കുന്ന ഈ വാസപ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിവസം ദൈവത്തിൻ്റെ വചനം പ്രസംഗിപ്പാൻ എനിക്ക് ലഭിച്ച ഈ അവസരത്തെ ഒരു പദവിയായി കണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ കർത്താവിഷണപ്പെടുകയാണ്. ഈ ശുശ്രൂഷകൾക്ക് അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവത്തിൻ്റെ ദാസന്മാർ, എനിക്ക് മുമ്പായി ദൈവവചനം ശുശ്രൂഷിച്ച എൻ്റെ സ്നേഹിതനും കർത്താവിൽ ബഹുമാന്യ ദൈവദാസനുമായ പാസ്റ്റർ സി ജി ആന്റണി അവറുകൾ, ഈ ദൈവവചന സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ ഞാൻ വന്ദനം ചെയ്യുന്നു. ഇന്ന് രാവിലത്തെ അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി ഒരു ദൈവവചനം വായിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ചിന്തയ്ക്ക് ആധാരമായി വായിക്കുന്ന ദൈവവചന ഭാഗം മീകാ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ ആ ദൈവവചന ഭാഗം വായിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. മീകാ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. നീ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട കാലത്തെന്ന പോലെ ഞാൻ അവനെ അത്ഭുതം കാണിക്കും. ജാതികൾ കണ്ട് തങ്ങളുടെ സകല വീര്യത്തിലും ലജ്ജിക്കും. അവർ വായ്മേൽ കൈവയ്ക്കുകയും ക്ഷീണരായി തീരുകയും ചെയ്യും. അവർ പാമ്പ് പോലെ പൊടി നക്കും. നിലത്തെ ഇടജാതി പോലെ തങ്ങളുടെ ഗുഹകളിൽ നിന്ന് വിറച്ചുകൊണ്ടുവരും. അവർ പേടിച്ചുകൊണ്ട് നമ്മുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ വരികയും നിന്നെ ഭയപ്പെടുകയും ചെയ്യും. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ചെറിയ പ്രവാചകന്മാരിൽ 6-ാമത്തെ പ്രവാചകനാണ് മീകാ പ്രവാചകൻ. മീകാ എന്ന വാക്കിന്റെ അർത്ഥം യഹോവയോട് സദൃശ്യൻ ആരുള്ളൂ എന്നാണ്. സ്നേഹം, കരുതൽ, സഹതാപം എന്നിവ കൊണ്ട് തൻ്റെ ജനത്തെ തിരുത്തിയ ഒരു അനുഗ്രഹീത പ്രവാചകനാണ് മീകാ പ്രവാചകൻ. അല്പം കൂടെ പറഞ്ഞാൽ തൻ്റെ ജനത്തിന് ഒരു യഥാസ്ഥാനം വരും എന്ന് ആത്മാവിൽ വിശ്വസിച്ച് പ്രവചിച്ച ഒരു അനുഗ്രഹീത പ്രവാചകൻ. എന്നാൽ ഇസ്രായേൽ മക്കൾ കടന്നുപോയ പ്രവാസകാലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവാസകാലമായിരുന്നു ബാബിലോണിയ പ്രവാസകാലം. വളരെ ആദരവോടെ ദൈവവചനം ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ പല പ്രവാസത്തിൽ കൂടെ കടന്നുപോയെങ്കിലും ബാബിലോണിയ പ്രവാസത്തിൽ കൂടെ ഈ ജനം കടന്നുപോയപ്പോൾ ഇവർക്കുണ്ടായ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ആ കാലങ്ങളിൽ ദൈവം വേണ്ടുന്നതുപോലെ ഒരത്ഭുതം അവർക്ക് വേണ്ടി ചെയ്തില്ല എന്നുള്ളതാണ്. ഒന്നും കൂടെ ഞാൻ പറയാം, പല പ്രവാസത്തിന്റെ നടുവിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവം തൻ്റെ ജനത്തെ ആ പ്രവാസത്തിന്റെ നടുവിൽ ചില അത്ഭുതങ്ങൾക്ക് സാക്ഷിയാക്കിയിട്ടുണ്ട്. പക്ഷെ ബാബിലോണിയ പ്രവാസത്തിന്റെ ഇടയിൽ ജനം ആഗ്രഹിച്ചതുപോലെ ഒരത്ഭുതങ്ങളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ ബാബിലോണിയ പ്രവാസത്തിന് ശേഷം തൻ്റെ ജനത്തിന്റെ സ്ഥിതി എന്താകുമെന്ന ഒരാകുലതയുടെ നടുവിൽ ദൈവത്തിന്റെ അഭിഷക്തൻ ആത്മാവിൽ വിളിച്ചു പറയാണ്, നീ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട കാലത്തെന്ന പോലെ ഞാൻ അവനെ അത്ഭുതം കാണിക്കൂ. ഇന്ന് രാവിലെ ഈ ദൈവവചനം കേൾക്കുന്ന ദൈവമക്കൾ ഹൃദയം തുറന്ന് വിശ്വസിച്ചു പറ, അത്ഭുതങ്ങളും ഇന്നലകൾക്കുള്ളതല്ല, അത്ഭുതങ്ങൾ ഇന്നും നടക്കൂ. ഇന്ന് രാവിലെ ആത്മനിയോഗത്തോടെ ഈ ദൈവവചന ശുശ്രൂഷയുടെ പ്രാരംഭത്തിൽ ഞാൻ വിളിച്ചു പറയാ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഉറപ്പിച്ചു പറഞ്ഞു, ഈ ദൈവവചന സന്ദേശം കേൾക്കുന്ന ദൈവമക്കൾ ഉറച്ചു വിശ്വസിച്ചു, ഇന്നലകളിൽ ദൈവം മിസ്രയീമിൽ ചെയ്തതിലും വലിയ അത്ഭുതങ്ങൾ ഇന്ന് രാവിലെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുക. ദൈവത്തിന്റെ അത്ഭുതത്തെ തടുക്കാൻ ഈ ഉലകത്തിലെ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. അതുകൊണ്ടാണ് ഈ വാക്യത്തിനകത്തെ ഒരു പ്രധാനപ്പെട്ട സന്ദേശം ഒന്ന് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെച്ച് സമയബന്ധിതമായി ദൈവവചന ശുശ്രൂഷയിൽ വിരിപ്പാൻ ഞാൻ കഥാവിഷണപ്പെടുകയാണ്. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയാം, ഇന്ന് രാവിലത്തെ ദൈവവചന സന്ദേശത്തിന്റെ തലവാചകം എന്നുള്ളത് ഇന്നലകളിലെ അത്ഭുതം നമുക്ക് വേണ്ടി വീണ്ടും ആവർത്തിക്കപ്പെടുക. എന്നെ കൂടെ വിശ്വസിക്കുന്നവർ ചേർന്ന് സ്തോത്രം പറ. ഇന്നലകൾ തന്റെ ജനത്തിനു വേണ്ടി എന്തെല്ലാം അത്ഭുതം ദൈവം ചെയ്തോ അത് മുഴുവനും അതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ ഈ ഉപവാസത്തിൽ ദൈവം ചെയ്യാൻ പോകുകയാണെന്ന്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കൂ, ആ ദൈവവചനത്തിന്റെ ആധികാരികതയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ പോകുകയാണ്. എല്ലാ പദങ്ങളും 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഇന്ന് രാവിലെ ശുശ്രൂഷിക്കുമെങ്കിലും അതിലെ പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് ഇന്നലകളിൽ മിസ്രയീമിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ എന്താണ് എന്നുള്ളതാണ്. നാം ദൈവവചനം പഠിക്കുമ്പോൾ
ദൈവം തന്റെ ജനത്തിനു വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തത് ഇന്ന് രാവിലെ വിവരിക്കുമ്പോൾ ഒരു കാര്യം ഉറച്ചു വിശ്വസിച്ചോണം, ആ അത്ഭുതങ്ങൾ ചെയ്ത ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട് എന്നാണ്. ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ വളർന്നതും അവരൊരു രാഷ്ട്രമായി മാറിയതും മിസ്രയീമിന്റെ മണ്ണിൽ വെച്ചാണ്. ഈ ദൈവവചനം കേൾക്കുന്നവർ ഇവിടം മുതൽ ശക്തമായ പ്രാർത്ഥനയോടിരിക്കണം. കേവലം ഒരു വചന സന്ദേശം ഇന്ന് രാവിലെ പങ്കുവെക്കുകയല്ല, വചനത്തിനകത്തുള്ള ദൈവത്തോളം വലിപ്പമുള്ള വചനത്തിന്റെ വിടുതൽ ഇന്ന് രാവിലെ ഇവിടെ സംഭവിക്കാൻ പോകുകയാണ്. അപ്പോൾ ഇസ്രായേൽ മക്കൾ വളർന്നതും ഒരു രാഷ്ട്രമായി മാറിയതും അവൻ മിസ്രയീമിന്റെ മണ്ണിൽ വെച്ചാണ്. അല്പം കൂടെ പറഞ്ഞാൽ ദൈവമക്കൾ വളർന്നു പന്തലിച്ചതും അവൻ എല്ലാം അനുകൂലമായ സാഹചര്യത്തിലല്ല. പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ, ഒറ്റപ്പെടലിന്റെ നടുവിൽ ആ ജനത്തെ ദൈവം വളർത്തിയെങ്കിൽ ഇന്ന് രാവിലെ ജനം വിശ്വസിച്ചോ, ഈ പ്രതിസന്ധി നിന്നെ തകർക്കാനല്ല, ഈ പ്രതികൂലം നമ്മെ ഉടയ്ക്കാനല്ല, ഇതിനകത്ത് ദൈവജനം വളരാൻ പോവാ, ഇതിനകത്ത് ദൈവജനം ഒരു ശക്തമാകാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കളുടെ ചരിത്രം അങ്ങനെ പറയുന്നത്. അവർ വളർന്ന് അവനിൽ പന്തലിച്ചു. അല്പം കൂടെ പഠിച്ചാൽ 70 പേരടങ്ങുന്ന ഒരു ചെറിയ സംഘമായി യാക്കോബിന്റെ നേതൃത്വത്തിൽ എത്തപ്പെട്ട ഈ ജനത്തെ ലക്ഷങ്ങളാക്കി വർദ്ധിപ്പിച്ചതിന് പിന്നിൽ ഒരു മാനുഷിക കരമല്ല, ഒരു മനുഷ്യന്റെ കരമല്ല. എന്നോട് വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞു തുടങ്ങ്. ഒരു മനുഷ്യന്റെ കരത്തിന് ചെയ്യാൻ കഴിയാത്ത ചില അത്ഭുതങ്ങൾ ഇന്ന് രാവിലെ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നു എന്ന് ആത്മാവിനെ ദൂത് പറയുകയാ. ശ്രദ്ധിക്കണമേ. അങ്ങനെ അവർ അവിടെ വളർന്നു, പന്തലിച്ചു, അവർ ശക്തരായി മാറി. എന്നാൽ ഈ വളർന്നു വന്ന ദൈവമക്കൾ ഒരു കാര്യം ഉറച്ചു, ഇന്നല്ലെങ്കിൽ നാളെ നമുക്കിവിടെ നിന്നൊരു പുറപ്പാടുണ്ട്. ഇത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം പറ. പുതിയ നിയമ ദൈവസഭയുടെ ദൂത് പറയാ, കാലങ്ങൾ താമസിക്കാതെ തന്റെ ജനത്തിനൊരു പുറപ്പാടുണ്ട്. അതിനെ തടയാൻ കാലഘട്ടത്തിന് കഴിയത്തില്ല, ശാസ്ത്രത്തിന് കഴിയത്തില്ല, ഇവിടുത്തെ നിയമങ്ങൾക്ക് കഴിയത്തില്ല, ഇവിടുത്തെ നിയമകർത്താക്കൾക്ക് തടയാൻ കഴിയാത്ത വിധത്തിൽ ഒരു പുറപ്പാട് തന്റെ ജനത്തിനു വേണ്ടി ദൈവം ഒരുക്കുന്നുണ്ട്. അപ്പൊ ദൈവം വളർത്തിയതും ദൈവം ഒരു രാഷ്ട്രമാക്കി മാറ്റിയതും എന്തിനു വേണ്ടി എന്നറിയാമോ? ഈ ജനം തന്റെ വാഗ്ദത്ത നാട്ടിലേക്ക് പുറപ്പെടണം. പക്ഷേ വളരെ പ്രാർത്ഥനയോടെ ആ ദൈവവചന സന്ദേശം ഒന്ന് ശ്രദ്ധിക്കുക. ഈ ജനത്തിന്റെ പുറപ്പെടലിന് ഈ ജനമെടുത്ത വർഷത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 430 വർഷം. എല്ലാവരും ശ്രദ്ധിക്കണം. ചില പുറപ്പാടുകൾക്ക് അല്പകാലതാമസമുണ്ട്. ഞാൻ പറഞ്ഞത് എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാവിലെ മനസ്സിലായി? ചില വിടുതലുകൾക്ക് അല്പകാലതാമസമുണ്ട്, പക്ഷേ അത് തടയാൻ ദൈവം ആരെയും അനുവദിക്കത്തില്ല. അല്പം താമസിച്ചാലും, ഞാനൊരു വലിയ ആത്മസാന്നിധ്യം ഈ ദൈവവചനം പറയുമ്പോൾ അനുഭവിക്കുന്നുണ്ട്. അല്പം താമസിച്ചാലും ഈ പുറപ്പാടിനെ തടയാൻ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ വിടുതലിനെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ശ്രദ്ധിക്കണമേ. അപ്പോൾ ഈ ജനത്തിന്റെ വാഗ്ദത്തത്തിലേക്കുള്ള പുറപ്പാടിന് എടുത്ത കാലദൈർഘ്യം എന്ന് പറയുന്നത് 430 സംവത്സരമാണ്. ഇനി ആത്മനിയോഗത്തോടെ പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനാമുറിയിൽ തന്നൊരു ദൂത് പറഞ്ഞ് നാം കർത്താവിനെ ആരാധിക്കാൻ പോകുകയാണ്. 430 വർഷം എന്ന് പറയുന്ന ഈ ദൈർഘ്യത്തിൽ ഒരു പുരുഷായുസിന്റെ ദൈർഘ്യം വചനാടിസ്ഥാനത്തിൽ 80 വർഷമാണെങ്കിൽ ഈ ജനം പുറപ്പെട്ടത് 1, 2, 3 തലമുറയിലല്ല, 5ാമത്തെ തലമുറ കഴിഞ്ഞപ്പോഴാണ് ഈ ജനം ഒരു പുറപ്പാടിലേക്ക് ഒരുക്കപ്പെട്ടത്. ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്ത് ആരാധിക്കാൻ പോവുക. 430 വർഷത്തെ ഒന്ന് തുലനം ചെയ്താൽ 80 വെച്ചൊന്ന് ഭാഗിച്ചാൽ ഏകദേശം 5 തലമുറ കഴിഞ്ഞപ്പോഴാണ് മിസ്രയീമിൽ നിന്ന് ഒരു പുറപ്പാട് ഈ ജനത്തിന് ലഭിച്ചത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാ, പ്രതിസന്ധി അനുഭവിച്ച, കഷ്ടത അനുഭവിച്ച, നിലവിളിച്ച ചില തലമുറകൾ കാണാത്തൊരു പുറപ്പാട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കാൻ പോവുക. എത്രവരെന്നൂടെ വിശ്വസിക്കുന്നുണ്ട്? ഇന്നലകൾ ചിലർ കാണാത്ത, ഇന്നലകൾ ചിലർ അനുഭവിക്കാത്ത ഒരു പുറപ്പാട് എനിക്ക് വേണ്ടി ദൈവം ഒരുക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ആ ദൂതിന്റെ മർമ്മം ഞാൻ പറയാം. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നലകളിൽ ദൈവം നമ്മോടും നമ്മുടെ കുടുംബത്തോടും നമ്മുടെ തലമുറകളോടും വാഗ്ദത്തം ചെയ്ത ചില പുറപ്പെടലുകളെ തടഞ്ഞ ചില ശക്തികളുണ്ട്.
പക്ഷേ അവർക്ക് തടുക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവം ചില പുറപ്പെടലുകൾ ഒരുക്കിയത് നമ്മുടെ കഴിവ് കൊണ്ടല്ല. ഇന്നലകളിൽ കരയാൻ, ഇന്നലകളിൽ ഉപവസിക്കാൻ, ഇന്നലകളിൽ വിലമുടക്കാൻ നമുക്ക് വേണ്ടി ചിലരെ ദൈവം ഒരുക്കിയത് കൊണ്ട്. ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ആരാധിക്കുക. ദൈവം ആരെയും മറക്കത്തില്ല. വില കൊടുത്തവരെ മറക്കത്തില്ല, ഉപവസിച്ചവരെ മറക്കത്തില്ല, പ്രാർത്ഥിക്കുന്നവരെ മറക്കത്തില്ല. നീ കാണാത്ത ചിലത് നിന്റെ തലമുറ കാണാൻ പോവുക. നിങ്ങൾ ശ്രദ്ധിക്കണം. 5 തലമുറകൾ മിസ്രയീമിന്റെ മണ്ണിൽ സങ്കടപ്പെട്ടു. 5 തലമുറകൾ മിസ്രയീമിന്റെ മണ്ണിൽ പീഡയേറ്റു. 5 തലമുറകൾ നിന്ന അനുഭവിച്ചു. എത്രവർക്കെന്നോടൊപ്പം സ്തോത്രം പറയാൻ പറ്റും? പക്ഷെ ഈ 5 തലമുറയുടെയും പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താൻ ഒരു മിസ്രയീമ്യ ശക്തിക്കും കഴിഞ്ഞില്ല. അവർ വിശ്വസിച്ചു, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടും. യേശുവിന്റെ നാമത്തിൽ ദൈവജനത്തിന്റെ പ്രത്യാശയ്ക്ക് ദൈവ ഭംഗം വരുത്തത്തില്ല. ചിലത് താമസിച്ചാലും. ജീസസ്. പക്ഷെ വചനം പറയുന്നു, 5ാമത്തെ തലമുറ കഴിഞ്ഞു. 6ാമത്തെ തലമുറയുടെ കാലമെടുത്തപ്പോൾ ദൈവം മിസ്രയീമിൽ നിന്ന് ഒരു പുറപ്പെടൽ ആരംഭിച്ചു. അവിടെ തുടങ്ങി തന്റെ ജനത്തിന്റെ അത്ഭുതങ്ങൾ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ജനം പുറപ്പെടുമെന്നും അവർക്കു വേണ്ടി ഒരുവൻ എഴുന്നേൽക്കുമെന്നുമുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഇന്ന് രാവിലെ കർത്താവ് ദാസപാസ്റ്റർ ശിരിയാന്റെടി അവർ പറഞ്ഞതുപോലെ എനിക്കും നിനക്കും വേണ്ടിയുള്ള ഒരു വിടുതൽ ഒരു അഭിഷക്തന്റെ കയ്യിൽ ദൈവം വെച്ചിട്ടുണ്ട്. എത്രവരെ അത് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ പറ, എന്റെ പുറപ്പെടലിന്റെ സമയമാകുമ്പോ എന്റെ മുമ്പിൽ നിന്ന് നയിക്കാൻ ഒരുവനെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുക. ഞാൻ ആ സന്ദേശത്തിലേക്ക് ഒന്ന് തൊട്ട് ഞാൻ ഇന്ന് രാവിലെ ഈ വചനത്തിന്റെ നിയോഗത്തിലേക്ക് വരാൻ പോകുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ. ദൈവം ഒരുവനെ ആ മിസ്രയീമിൽ എഴുന്നേൽപ്പിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവം കണ്ട തന്റെ ജനത്തിന്റെ പുറപ്പാടിന് കണ്ട മനുഷ്യന്റെ പേര് മോശ എന്ന. പക്ഷേ മോശ ഈ ജനത്തെ നയിക്കും എന്ന് കണ്ട പിശാച് ആ വ്യക്തിയെ തിരിച്ചറിയാതെ, ഞാൻ പറഞ്ഞ പദം എത്രവർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല, ഒരുവൻ എഴുന്നേൽക്കുമെന്നേ പിശാചിന് അറിയത്തുള്ളൂ. അതാരാണെന്ന് ഇന്നുവരെ ദൈവം ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. എത്രവർക്ക് സ്തോത്രം പറയാൻ പറ്റും? എനിക്കിവിടെ തുള്ളിച്ചാൽ നിയോഗമുണ്ട് കേട്ടോ. എന്റെ വിടുതൽ ഒരുവൻ ഉണ്ടെന്ന് ശത്രുവിനറിയാം. അതാരാന്നറിയുന്നത് എന്റെ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കൂ. അങ്ങനെ മോശ ജനിക്കേണ്ട കാലഘട്ടം എത്തിയപ്പോ മിസ്രയീമിന്റെ മണ്ണിൽ ഈ എബ്രായർക്കെഴുതേ ഒരു നിയമം പാസ്സാക്കപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിച്ച് ഈ ദൈവവചനം കേൾക്കണം. എനിക്കറിയാം ഈ സന്ദേശങ്ങൾ പല ആവർത്തി നിങ്ങൾ കേട്ടതാണ്. പക്ഷെ പരിശുദ്ധാത്മാക്കളുടെ വളരെ ശക്തമായ ഒരു ആത്മീക ദൂത് ഇന്ന് രാവിലെ പങ്കുവെക്കുമ്പോൾ ഒരു വലിയ ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി ഒരു അത്ഭുതമായി ഇവിടെ വെളിപ്പെടാൻ പോകുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, മോശ ജനിക്കുന്ന കാലത്ത് ആ കാലഘട്ടത്തിൽ ഒരു കരിനിയമം മിസ്രയീമിന്റെ മണ്ണിൽ എബ്രായർക്ക് വേണ്ടി എഴുതപ്പെട്ടു. നിയമം മറ്റൊന്നുമല്ല, എബ്രായന്റെ പുരുഷ പ്രജകളെ മുഴുവനും കൊന്നുകളക എന്ന ഒരു കരിനിയമം ഈ ജനത്തിനെതിരെ പിശാച് എഴുതി. ഇനി ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എബ്രായന്റെ ആൺകുഞ്ഞുങ്ങളിൽ 100 കണക്കിന് 1000 തലമുറകൾ ആ പട്ടണത്തിന്റെ നൈൽ നദിയിൽ അവൻ വീഴ്ത്തപ്പെടുക മാത്രമല്ല മരണത്തിന് വിധേയമാകപ്പെട്ടു. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഇന്ന് രാവിലെ ഒരു ദൂത് പറഞ്ഞ് ആരാധിക്കാൻ പോകുകയാ. വാഗ്ദത്തമുള്ള ദൈവജനത്തിന്റെ പുറപ്പാടിന് അവൻ ജീവനോളം വിലയുണ്ടെന്ന് ഇന്ന് രാവിലെ തിരിച്ചറിയണം. എത്രവർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? ചിലതിന്റെ രക്തത്തോളം വിലയുണ്ട് ചിലതിന്റെ പുറപ്പെടലുകൾക്ക്. എബ്രായന്റെ 100 കണക്കിന് കുഞ്ഞുങ്ങളെ ആ കൊച്ചു നദിയിൽ എറിഞ്ഞ് രക്തസമമാക്കി ആ കൊച്ചു നദിയെ മാറ്റിയപ്പോൾ എന്റെ തമ്പുരാൻ ഒരു കാര്യം എഴുതി വെച്ചു. എന്റെ ജനത്തിന്റെ പുറപ്പാടിന് കണ്ടവനെ തൊടാൻ ഒരു ശക്തിയെയും ഞാൻ അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തു തുടങ്ങുക. ദൈവ കണ്ടതിനെ, ദൈവ സൂക്ഷിച്ചതിനെ തൊടുവാൻ ദൈവം ആരെയും അനുവദിക്കത്തില്ല. നിങ്ങൾ ഈ ഭാഗം നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് ചേർത്ത് വെക്കണം. മോശയുടെ ജനനത്തിന് 100 കണക്കിന് എബ്രായരുടെ രക്തം നൈൽ നദിയെ കളങ്കമാക്കി മാറ്റി. പക്ഷെ എഴുതിയിട്ടു, ഈ വചനം തീരുന്നതിന് മുമ്പ്
ദൈവം ന്യായവിധി അയച്ച് എന്റെ ദൈവം അതിന് പരിഹാരം വരുത്തും. വിശ്വസിക്കുന്നവർ സ്തോത്രം പറ. ഇതിന് ദൈവം പരിഹാരം വരുത്തും. ആമേൻ. ഈ പ്രതിസന്ധികളുടെ നടുവിലും ഈ ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം കണ്ട മനുഷ്യനെ ദൈവം വളർത്തി. ചിലരെ ദൈവം വളർത്താൻ പദ്ധതിയിട്ടാൽ അതിനെ തകർക്കാൻ ദൈവം ആരെ അനുവദിക്കത്തില്ല. ഒരു നല്ല സ്തോത്രം ഇന്ന് രാവിലെ പറയണം. ദൈവം എന്നെ കണ്ടത് വളരാനാണെങ്കിൽ എന്നെ തളർത്താൻ ആർക്കും പറ്റില്ല. ഞാൻ വിഷയം വിട്ടുപോയിട്ടില്ല. മിസ്രൈമിലെ അത്ഭുതങ്ങൾ ആത്മാവി പറയുക. ഒന്നാമത്തെ അത്ഭുതം, വളരേണ്ടവനെ ദൈവം വളർത്താൻ തുടങ്ങി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില തലമുറകൾ വളരത്തില്ലെന്ന്, ചില കുടുംബങ്ങൾ വളരത്തില്ലെന്ന്, ചില ദൈവസഭകൾ വളരത്തില്ലെന്ന് ശത്രു നിയമം എഴുതിയിടുമ്പോ ആ നിയമം നിലനിൽക്കുന്ന മണ്ണിൽ എന്റെ ദൈവം ചിലതിനെ ഈ രാവിലെ വളർത്താൻ പോവാ. ചിലത് വളരട്ടെ, ചിലത് വളരട്ടെ, ചിലത് വളരട്ടെ. അവിടെ തുടങ്ങി മിസ്രൈമിലെ ദൈവമക്കളുടെ അത്ഭുതത്തിന്റെ ഒന്നാം ഘട്ടം. ദൈവം വളർത്തിയ മനുഷ്യനെ ദൈവം എവിടെ എത്തിച്ചു എന്നറിയാമോ? മിസ്രൈമിന്റെ മണ്ണിലെത്തിച്ചു. ഇതിനിടയ്ക്ക് ചില അത്ഭുതങ്ങളൊക്കെ ഞാനൊന്ന് വിട്ടുകളയുന്നത് പ്രധാനപ്പെട്ട സന്ദേശത്തിലേക്കും ദൂതിലേക്കും വരണമെന്ന് എനിക്ക് നിയോഗമുള്ളത് കൊണ്ട്. അങ്ങനെ മിസ്രൈമിന്റെ മണ്ണിലെത്തിയപ്പോൾ മീഖ പ്രവചനത്തിൽ പറഞ്ഞ മിസ്രൈമിലെ അത്ഭുതങ്ങളെ ഒന്ന് വർണ്ണിക്കാൻ പോകുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. ഒന്നാമത്തെ അത്ഭുതം, മിസ്രൈമിന്റെ മണ്ണിൽ തന്റെ ജനത്തിന്റെ പുറപ്പാടിന് വേണ്ടി 10 അത്ഭുതങ്ങളെ ദൈവം അവരുടെ നടുവിൽ ചെയ്തു. ഒരുപക്ഷെ നാം പറയും 10 ബാധ അയച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഇന്ന് രാവിലെ എന്റെ നിയോഗം ദൈവം 10 അത്ഭുതങ്ങളെ ചെയ്തു. ഒരു കാര്യം ഇന്ന് രാവിലെ ഉറപ്പിച്ചോ, നിന്റെ പുറപ്പെടലിന്റെ സമയമാകുമ്പോൾ ദൈവം ചെയ്യുന്ന ചില ബാധ എന്ന് ചിലർക്ക് തോന്നുമെങ്കിലും നിനക്കതൊരു ബാധയല്ല, നിനക്കതൊരു അത്ഭുതമാകട്ടോ. ഞാൻ പറയാത്തവർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ചിലർക്കൊക്കെ ഇത് അനർത്ഥമെന്ന് തോന്നുമ്പോ, ചിലർക്കൊക്കെ ഇത് തലവിധി എന്ന് തോന്നുമ്പോ ഇന്ന് രാവിലെ കൃപയുള്ള വമ്പല, ഇത് ബാധയല്ല, ഇതെന്റെ പുറപ്പെടലിന് വേണ്ടി ദൈവം ഒരുക്കുന്ന അത്ഭുതമാണ്. ഒന്നാമത്തെ അത്ഭുതം. രണ്ടാമത്തെ അത്ഭുതം, ഇങ്ങനെ 10 അത്ഭുതങ്ങൾ ദൈവം മോശയിൽ കൂടെ മിസ്രൈമിൽ ചെയ്തു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം. എനിക്ക് മുമ്പേ സുസൂച്ച ദൈവവചനത്തോട് ചേർത്ത് ഞാൻ പറയാം. ചില അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യാൻ ദൈവം ചിലരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ വിശ്വസിക്കാമെങ്കിൽ അത്ഭുതം ഇവിടെ നടക്കും. ഓ, ശ്രദ്ധിച്ചേ, 9 അത്ഭുതങ്ങളെയും ഞാൻ ഈ രാവിലെ തൊടുന്നില്ല. പക്ഷെ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞൊരു ദൂതിനെ കോർത്തിണക്കി ഒരു സന്ദേശം പറയാൻ പോവുക. എല്ലാവരും പ്രാർത്ഥനയോടിരിക്കണം. 10ാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് മിസ്രൈമിലെ സകല കടിഞ്ഞൂലുകളെയും ആദ്യ ജാതന്മാരെയും കൊന്നുകളയുന്ന ഒരത്ഭുതമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിനെ മറ്റൊരു പേരും കൂടെ പറയും, ന്യായവിധിയുടെ അത്ഭുതം. എല്ലാവരും സ്തോത്രം ചെയ്യണേ. വെറുതെ ഈ സന്ദേശം കേട്ടു പോകരുത്. ഞാൻ ഈ വചനം വായിച്ചപ്പോൾ എന്റെ പ്രാർത്ഥനാ മുറിയിൽ തന്ന ഒരു സന്ദേശം കൈമാറി ഒരുമിച്ച് ആരാധിക്കാൻ പോവുക. 9 അത്ഭുതത്തിലും ചലിക്കാത്ത 10ാമത്തെ അത്ഭുതത്തിൽ ചലിച്ചു തുടങ്ങി. 9 അത്ഭുതത്തിലും ഇളകാത്ത ചിലതിനെ 10ാമത്തെ അത്ഭുതത്തിലും ഇളക്കി. എന്താ കാര്യമെന്ന് ശാന്തമായി ഞാൻ പറയാം. ഈ പുറപ്പെടലിനു വേണ്ടി ദൈവം ഒരുവനെ എഴുന്നേൽപ്പിക്കാൻ പദ്ധതിയിട്ടപ്പോൾ മിസ്രൈമിൽ എഴുതി തയ്യാറാക്കിയ രേഖ എബ്രായന്റെ ആൺകുഞ്ഞുങ്ങളെ കൊല്ലുക എന്നുള്ളതാ. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ അർത്ഥം ഈ പുറപ്പെടലുകളെ തടയാൻ എബ്രായന്റെ രക്തം വീഴണം എന്ന സ്വർഗം പറഞ്ഞു. പ്രാർത്ഥിക്കുന്നവന്റെ പുറപ്പെടലുകൾ നടക്കണമെങ്കിൽ മിസ്രൈമിന്റെ ചിലതിന്റെ രക്തം ഈ മണ്ണി വീണേ പറ്റത്തുള്ളൂ. കൃപ ലഭിച്ചവർ സ്തോത്രം പറ. നീ എന്തുകൊണ്ട് തടയാൻ നോക്കിയോ അതുകൊണ്ട് ദൈവം ഒരു പുറപ്പാട് തുടങ്ങിയോ. കൃപ ലഭിച്ചവർ ഒരുമിച്ച് ആരാധിക്ക്. നിന്റെ തലമുറയെ തകർക്കാൻ നോക്കിയിടത്ത്, നിന്റെ കുടുംബത്തെ ഉടയ്ക്കാൻ നോക്കിയിടത്ത്, നിന്റെ പുറപ്പാടിന് മുമ്പ് ചിലതിനെ ദൈവം ന്യായം വിധിക്കും. എത്രവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? ദൈവം ചോദിക്കാതെ വിടുന്ന ദൈവമല്ല. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ആത്മാവിൽ ആരാധിപ്പാൻ ചില ദൈവത്തിന്റെ സന്ദേശങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കാൻ പോകുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് പരിശുദ്ധാത്മാവ് ഒന്ന് കോർത്തിണക്കുക. ഒരു കൊച്ചു നൈൽ നദിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, 100 കണക്കിന് 1000 കണക്കിന് എബ്രായ കുഞ്ഞുങ്ങളുടെ രക്തം കലർന്നപ്പോൾ
എബ്രായരുടെ കണ്ണു നിറഞ്ഞു. എന്റെ 5 തലമുറ ഈ പുറപ്പെടലിന് വേണ്ടി ആഗ്രഹിച്ചത് എന്റെ തലമുറയുടെ മരണത്തിന് കാരണമായോ? പക്ഷെ ഇന്ന് രാവിലെ നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, നിന്റെ ജീവകാലത്ത് തന്നെ ആ പുറപ്പെടലിനെ സാധ്യമാക്കാൻ, നിന്റെ പുറപ്പെടലിനെ സാധ്യമാക്കാൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, ഞാൻ ആത്മാവിന്റെ നിയോഗത്തോടെ ഒരു ദൂത് പറയാം. ഈ ഉപവാസത്തിന്റെ 2ാമത്തെ ദിവസവും നീ ആയിരിക്കുന്ന ഇടത്ത് വെച്ച് പറയാറില്ലേ, എന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക്, എന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ പുറപ്പെടലിന് ഇത്രയും വില കൊടുക്കണമെന്ന് ഞാൻ അറിഞ്ഞില്ല, ഇത്രയും കരുണയൊന്നും ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ഒരു ദൂത് ഞാൻ ഉറപ്പായി തരാം. നീ കരഞ്ഞതനുസരിച്ച് നിന്റെ കണ്ണുകൊണ്ട് തന്നെ ഈ തലമുറയിൽ തന്നെ ഒരു പുറപ്പെടൽ ദൈവം ഒരുക്കും. ആർക്കും തടുക്കാൻ കഴിയാത്ത ഒരു പുറപ്പെടൽ. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കൂ, വചനം ശ്രദ്ധിക്കൂ. എബ്രാഹിമിന്റെ വീട്ടിലെ ആദ്യജാതന്മാർ മരിച്ചപ്പോൾ, ദൈവജനത്തിന്റെ പുറപ്പാടിന് സമയമായപ്പോൾ, മിസ്രയീമിന്റെ വീട്ടിൽ, ഒരു വീട്ടിലല്ല സകല ഭവനത്തിലും ആദ്യജാതന്മാർ മരിച്ചു. നിങ്ങൾ എത്ര പേർ സ്വോത്രം പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല. ദൈവമാർക്കും കടക്കാരനല്ല, ദൈവമാർക്കും കടക്കാരനല്ല. ഞാൻ കൊല്ലുന്ന ദൈവത്തെ പറയുവല്ല, പക്ഷെ എന്റെ ജനം അനുഭവിച്ചതിന് എന്റെ ദൈവം പ്രതികാരം ചോദിക്കാതിരിക്കത്തില്ല. ഈ സന്ദേശം കേൾക്കുമ്പോൾ ആരൊക്കെ വിധിച്ചാലും, ആരൊക്കെ ചോദ്യം ചെയ്താലും, ഇന്ന് രാവിലെ ഞാനൊരു ദൂത് വിളിച്ചു പറയാ. എന്റെ ജനത്തിന്റെ പുറപ്പാടുകൾക്ക് ദൈവമാണ് കാരണഭൂതനെങ്കിൽ ആ പുറപ്പാടുകളെ തടഞ്ഞവനെ എന്റെ ദൈവം സന്ദർശിക്കാതെ വിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ദൂത് ഇത്രയേ ഉള്ളൂ. നീയും ഞാനും അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് പിന്നിൽ മനുഷ്യന്റെയോ പിശാചിന്റെയോ കരങ്ങളുണ്ടെങ്കിൽ ഇന്ന് രാവിലെ നീ ഭാരപ്പെടണ്ട. നിന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് ദൈവം ഒരു ന്യായവിധി നടത്തുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ഞാൻ ആ ഭാഗം അല്പം വിട്ട് മുൻപോട്ട് പോകാൻ പോകുകയാണ്. ഇന്നുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു ന്യായവിധിയെ മിസ്രയീമിൽ ദൈവം അയച്ചു. അയച്ചെന്ന് മാത്രമല്ല, അത് തന്റെ ജനത്തിന്റെ പുറപ്പെടലുകൾക്ക് ഒരത്ഭുതമായി മാറി. ഇന്ന് രാവിലെ ഞാൻ പറയാം, ആർക്കും മനസ്സിലാകാത്ത ചില അത്ഭുതങ്ങൾ ഈ രാവിലെ സ്വർഗം നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാ. എന്റെ കൂടെ വിശ്വസിക്കുന്നവർ സ്തോത്രം പറ. എന്റെ കൂടെ നിൽക്കുന്നവർക്ക് മനസ്സിലാകാത്ത, എന്റെ കൂടെ ശുശ്രൂഷിക്കുന്നവർക്ക് മനസ്സിലാകാത്ത ഒരത്ഭുതം ദൈവം ഇന്ന് രാവിലെ എനിക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങിയെന്ന് എന്റെ കൂടെ വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്ക്. ആർക്കും മനസ്സിലാകാത്ത, ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഹല്ലേലൂയ, എനിക്ക് ആരാധിക്കണമെന്ന് നിയോഗമുണ്ടെങ്കിൽ ഇന്ന് രാവിലെ പറയാ, ചിലർക്ക് മനസ്സിലാകാത്ത ഒരു പുറപ്പാടിന്റെ സമയമായി. തീർന്നില്ല. അടുത്ത മിസ്രയീമിലെ പുറപ്പാടിന്റെ ചരിത്രം ഒരു ലോകമഹാത്ഭുതമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ദൂതൊന്ന് കണക്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കൊണ്ടുവരിക. 2ാമത്തെ മിസ്രയീമിൽ നടന്ന അത്ഭുതം. ഇത് പറയാൻ കാരണം, മിസ്രയീമിലെ അത്ഭുതം എന്ന് പറയുന്നത് ചെങ്കടൽ കഴിയുന്നത് വരെയുള്ള കാലമാണ്. ചെങ്കടൽ കടന്നാൽ അത് മരുഭൂമിയിലെ അത്ഭുതമാണ്. ഇസ്രായേലിന്റെ മിസ്രയീമിലെ അത്ഭുതം എന്ന് പറയുന്നത് ചെങ്കടൽ കടക്കുന്നത് വരെയുള്ള അത്ഭുതത്തെയാണ് മിസ്രയീമിലെ അത്ഭുതമെന്ന് ദൈവം പരാമർശിക്കപ്പെടുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കൂ, 2ാമത്തെ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായിരുന്നു ചെങ്കടലിനെ രണ്ടാക്കിയ അത്ഭുതം. നമുക്ക് വളരെ അറിയാവുന്ന ഒരു ഭാഗം. പക്ഷേ ഞാൻ ഈ ദൈവത്തിന്റെ സന്ദേശത്തെ ഒന്ന് കോർത്തിണക്കി നിങ്ങളുടെ ആത്മമണ്ഡലത്തെ ഒന്ന് തൊട്ടുണർത്താൻ പോകുകയാ. ദൈവത്തിന്റെ അത്ഭുതത്തിനകത്ത് മറഞ്ഞു കിടക്കുന്ന ചില ന്യായവിധികളുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. വളരെ നിയോഗത്തോടെ ഈ വചനം ശ്രമിക്കണമേ. അങ്ങനെ ചെങ്കടലിൽ വന്ന് ദൈവദാസൻ പറഞ്ഞതുപോലെ മോശയുടെ കയ്യാൽ ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു. ദൈവം പുറപ്പെടലിന് വേണ്ടി ഒരുക്കിയ ജനം അങ്ങനെ ചെങ്കടലിൽ കൂടെ ഈ യാത്ര തിരിച്ച് മുൻപോട്ട് ചെല്ലുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: പുറകിൽ മിസ്രയീമ്യ സൈന്യവും ഫറവോനും ഈ ജനത്തെ പിന്തുടർന്നു. ഒരു കാര്യം ഞാൻ ഇന്ന് രാവിലെ ആത്മനിയോഗത്തോടെ പറയാം. ചില പുറപ്പെടലുകൾ സാധ്യമായെങ്കിലും നിന്നെ പിന്തുടർന്ന് പിടിക്കാൻ വെല്ലുവിളിക്കുന്ന ചില ശക്തികളുണ്ട്. ഇന്ന് രാവിലെ അത് തകരുന്ന പകല നിന്റെ പുറപ്പെടലിനെ തകർത്ത, ഓ ശംഭരാരാധ, നിന്റെ പുറപ്പെടലുകളെ ഇല്ലാതാക്ക, നിന്റെ വാഗ്ദത്തത്തെ തകർക്ക, നിന്റെ പുറകിൽ വെളിപ്പെടുന്ന ചില ശക്തികളെ, ഓ ദൈവശക്തിയുടെ അധികാരത്തിന്റെ വിടുതൽ ഇന്ന് രാവിലെ ഇവിടെ വെളിപ്പെട്ടു വരട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട സന്ദേശത്തിലേക്ക് പോവുക. അപ്പോൾ ഇവരെ പിന്തുടർന്നു. ഈ പുറപ്പെടലുകൾക്ക് ഒരു വിഘ്നം വരാം. ഇന്ന് രാവിലെ ശാന്തമായി ശ്രദ്ധിക്കണമേ. ദൈവം ആരംഭിച്ച പുറപ്പെടലുകളെ
തടയാൻ ദൈവം ആരെയും അനുവദിക്കത്തില്ല. ഈ ഒറ്റ പദം മതി ഇന്ന് രാവിലെ സ്തോത്രം പറയാൻ. ഇനി ഒരാളും നിന്റെ മേൽ പ്രവചിക്കണ്ട, ഇനി ആരും കൈവച്ച് ദൂത് പറയണ്ട. ഇന്ന് രാവിലെ നെഞ്ചത്ത് കൈവച്ചു പറ, ദൈവം ആരംഭിച്ചതിനെ തടയാൻ, ദൈവം തുടങ്ങിയതിനെ തടയാൻ. യെസ്, നിങ്ങൾ ശ്രദ്ധിക്കൂ, ഞാൻ ആ ദൂതിന്റെ വലിയ ആത്മനിയോഗത്തിലേക്ക് പറയാം. അങ്ങനെ മിസ്രൈമിൽ നിന്ന് യാത്ര പുറപ്പെട്ട ഇവർ ചെങ്കടലിൽ അവർ യാത്ര ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ തങ്ങളെ വിട്ട മിസ്രൈമ്യ സൈന്യവും ഫറവോന്യ രാജാവും തങ്ങളെ പിന്തുടരുന്ന കണ്ടിട്ട് ജനം ആകുലപ്പെട്ടു. പക്ഷെ ഇനിയുള്ള ദൂത് ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. എന്നാൽ വചനം പറയുന്നു, ചെങ്കടൽ ഫറവോന്യ സൈന്യത്തിനും ഒരു മരണക്കടലായി മാറി. ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ചെങ്കടൽ പഴയതുപോലെ ആകുക മാത്രമല്ല, അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഫറവോനെയും അതിന്റെ സൈന്യത്തെയും ചെങ്കടലിൽ ദൈവം കൊന്നുകളഞ്ഞു. ഇനി കൃപയുള്ളവർ ഒന്ന് ആരാധിക്കാൻ പോവുക. ദൈവ ന്യായവിധിയുടെ ദൈവമാ. എത്രവർക്ക് മനസ്സിലായി എനിക്കറിയത്തില്ല. ഈ ജനത്തിന്റെ പുറപ്പെടലിനെതിരെ നൂറുകണക്കിന് എബ്രായ ബാലന്മാരുടെ രക്തം ഒരു കൊച്ചു നദിയെ രക്തമയമാക്കി മാറ്റിയപ്പോ എന്റെ തമ്പുരാൻ കുറിച്ചു വച്ചു, ചെങ്കടലിലെ രക്തം വെള്ളത്തെ ദൈവം രക്തമാക്കി മാറ്റോ. കൃപ ലഭിച്ചവർ സ്തോത്രം പറഞ്ഞു തുടങ്ങുക. കൊച്ചു നദിയെ രക്തമയമാക്കിയ മിസ്രൈമ്യ സൈന്യത്തെ ചെങ്കടൽ മുഴുവനും രക്തമയമാക്കി മാറ്റി. ഞാൻ ആ ദൂത് ഇന്ന് രാവിലെ പറയുമ്പോൾ അകത്ത് കൃപയുള്ള ദൈവമക്കൾ ആരാധിച്ചു തുടങ്ങണം. എത്രവർക്ക് ആ ദൂത് മനസ്സിലായി? മിസ്രൈമിന്റെ മണ്ണിലെ ഒരു കൊച്ചു നദിയെ ആർക്കും ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രാർത്ഥിക്കുന്നവന്റെ തലമുറയുടെ രക്തം കൊണ്ട് അശുദ്ധമാക്കിയപ്പോ മിസ്രൈമിൻ അറിഞ്ഞില്ല, ലോക ചരിത്രത്തെ ഏതു കടലിനേക്കാളോ റെഡ് സീ എന്നറിയപ്പെടുന്ന ചെങ്കടലാക്കി മാറ്റാ എന്റെ ദൈവത്തിനെ തൊടാൻ പോവാ. ഇന്ന് രാവിലെ കൃപ ലഭിച്ചവർ സ്തോത്രം പറ. ചെങ്കടൽ തുറന്നതല്ല അത്ഭുതം. എന്റെ ദൈവം ചെങ്കടലിൽ മിസ്രൈമിനെയും അവന്റെ സൈന്യത്തെയും തകർത്തു കളഞ്ഞ് അതിനെ ചെങ്കടലാക്കി മാറ്റിയ, രക്തക്കടലാക്കി മാറ്റിയ ഒരു അത്ഭുതത്തിന്റെ ദൈവം നമുക്കുണ്ട്. ശക്തമായി വളരെ നിയോഗത്തോടെ ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയാം, ഇത് വെറും അത്ഭുതമല്ല, ഇതൊരു അസാധാരണ അത്ഭുതം. ദൈവം ചോദിക്കാതെ വിടത്തില്ല. ദൈവം പ്രതികാരം ചെയ്യാതെ ചിലതിനെ വിടത്തില്ല. അതിലെ ആത്മീയ അർത്ഥം ഞാൻ പറയാ. ഇന്നലകളിൽ നിന്റെ ചെറുതിനെ പിശാച് തടഞ്ഞെങ്കിൽ ദൈവം അവന്റെ വലുതിനെ തൊടാൻ പോവുക. നിന്റെ ചെറുതിനെ അടുക്കി വെച്ചെങ്കിൽ ദൈവം അവന്റെ വലുതിനെ തൊടാൻ പോവുക. ഒന്നല്ല എണ്ണിക്കൂടാൻ കഴിയാത്ത അത്ഭുതങ്ങളെ ചെയ്യാൻ ഇന്ന് രാവിലെ ഇതിനകത്തെ ദൈവം എഴുന്നള്ളി വന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു പോയാൽ ഈ സന്ദേശം തീരത്തില്ലല്ലോ. അപ്പൊ പഴയ നിയമത്തിനകത്ത് മിസ്രൈമിനകത്ത് നിന്ന് ദൈവം അത്ഭുതം ചെയ്തത് മികപ്രവാചകനിൽ കൂടെ പറഞ്ഞു, നീയും അത് കാണാൻ പോവാ. മിസ്രൈമിൽ കണ്ട അത്ഭുതത്തെക്കാൾ വലിയ അത്ഭുതമാണ് ദൈവം നമുക്ക് വേണ്ടി ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു ഭാഗം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കോർത്തിണക്കി അതിനോട് ബന്ധപ്പെട്ട ചില ചിന്തകൾ പറഞ്ഞ് ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മിസ്രൈമിൽ നടന്ന അത്ഭുതമല്ല ദൈവം തന്റെ ജനത്തിന് വേണ്ടി ചെയ്തത്. ശ്രദ്ധിക്കണം, മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 22, 23, 24 വാക്യങ്ങൾ നമുക്ക് വളരെ പരിചിതമായൊരു വാക്യമാണ്. ഞാൻ അതിന്റെ കാതലായ ചിന്തയിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവത്തിന്റെ അത്ഭുതം ഇറ്റ് വിൽ ബി എ ഡിഫറൻറ്റ്. എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ. നമുക്ക് വളരെ പരിചിതമായൊരു ഭാഗമാണ് മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ വാക്യങ്ങൾ വായിക്കുന്നു. അവർ ബേത്സയിദിലെത്തിയപ്പോൾ ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ തൊടണമെന്ന് അപേക്ഷിച്ചു. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ച്, നീ വല്ലത് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേലോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നത് എന്ന് പറഞ്ഞു. നിങ്ങൾ വളരെ ശാന്തമായി ഈ സന്ദേശം ഒന്ന് ശ്രദ്ധിക്കൂ. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുതങ്ങൾ ആരുടെയും ബുദ്ധിയിൽ ഉദിച്ചു വരുന്ന അത്ഭുതമല്ല, നമ്മുടെ ചിന്തയിൽ ഉരുവാക്കപ്പെടുന്ന അത്ഭുതമല്ല. നമുക്കറിയാം, ഈ വാക്യം വായിച്ചപ്പോഴേ നിങ്ങളുടെ ചിന്തയിൽ വെളിപ്പെട്ടു വന്ന ഒത്തിരി സന്ദേശങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞൊരു ദൂത് പറഞ്ഞ് ഇന്ന് രാവിലെ ആരാധിക്കാൻ പോകുകയാ. യേശു ബേത്സയിദിലെത്തി. ബേത്സയിദ എന്ന പട്ടണം നമുക്കറിയാം, പല ഭാഗങ്ങളിലും യേശു ക്രിസ്തു വരെ ഉദ്ധരിച്ചു പറഞ്ഞൊരു അത്ഭുതം. ബേത്സയിദയിൽ സോരിലും സീദോനിലും നടന്ന അത്ഭുതം ബേത്സയിദയിൽ നടന്നിരുന്നുവെങ്കിൽ എന്നേ ഈ ജനം എന്ത് ചെയ്തേനെ? മടങ്ങി വന്നേനെ. ബേത്സയിദ എന്ന പട്ടണം ശപിക്കപ്പെട്ട പട്ടണം. ആ
പട്ടണത്തിന് ഒത്തിരി ശാപമുഖങ്ങളുണ്ട്. പക്ഷെ യേശു തന്റെ ശുശ്രൂഷയുടെ നടുവിൽ ബേത്സയിദയുടെ പട്ടണത്തിലെത്തിയപ്പോ ചിലർ ഒരു കുരുടനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് യേശുവിനോട് അവർ പറയുക, യേശുവേ, ഇവനെ ഒന്ന് തൊടണം. എല്ലാവരും ഇന്ന് രാവിലെ സ്തോത്രം പറഞ്ഞു തുടങ്ങണം. കൊണ്ടുവന്നവരും കണ്ടവരും ആഗ്രഹിച്ചത് ഇവനെ ഒന്ന് തൊട്ടാൽ ഇവനൊരു അത്ഭുതമായി മാറും. പക്ഷെ ഇന്ന് രാവിലെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാ, തൊട്ടാൽ തീരാത്ത ചില അത്ഭുതങ്ങൾ ഇന്ന് രാവിലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കാൻ പോവാ. നിങ്ങൾ ശ്രദ്ധിക്കൂ, യേശുവിന്റെ അടുക്കലേക്ക് ഇവനെ കൊണ്ടുവന്ന ഈ ജനത്തിന് അറിയാവുന്ന ഒരു കാര്യം, യേശു തൊട്ടാൽ ഇവനിൽ ഒരു അത്ഭുതം നടക്കും. എല്ലാവരുടെയും പ്രതീക്ഷ യേശുവിനെ തൊടും. കാരണം ഇന്നലകളിൽ യേശുവിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ അത്ഭുതങ്ങൾ നടന്നത് അവർ കണ്ടതാണ്. എല്ലാവരും ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. പക്ഷേ എന്റെ ചിന്തയെ തകർത്ത്, അവിടെ വന്നവരുടെ ബുദ്ധിയെ മാറ്റി, അവരുടെ നിരൂപണങ്ങളെ തകർത്ത് അവിടെ ഒരു ദൈവപ്രവൃത്തി നടക്കി. എന്താണെന്നറിയാമോ? യേശു തൊട്ടെന്നല്ല, യേശു അവന്റെ കൈക്ക് പിടിച്ചു. ഇന്ന് രാവിലെ സ്തോത്രം പറഞ്ഞു തുടങ്ങിക്കോ. നിന്റെ അത്ഭുതം കേവലം ഒരു തൊടലല്ല, ഇന്ന് രാവിലെ നിന്റെ കൈക്ക് പിടിക്കുന്ന ഇന്ന് രാവിലെ ഞാൻ ഈ ശുശ്രൂഷിച്ചോണ്ടിരിക്കുമ്പോ നീ പ്രതീക്ഷിക്കാത്തൊരു അത്ഭുതം ഇന്ന് രാവിലെ ഇതിനകത്ത് നടക്കാൻ പോവാ. ശ്രദ്ധിക്കളെ, തീർന്നില്ല. അവൻ അവന്റെ കൈക്ക് പിടിച്ച് അടുത്ത വചനം പറയുന്നു, അവനോട് ചേർന്ന് ആ ഊരിൽ നിന്ന് അവൻ പുറത്തു വന്നു. ഇന്ന് രാവിലെ സ്തോത്രം ചെയ്ത് ആരാധിച്ചോ? ഇന്ന് രാവിലെ ദൈവമേ എന്നെ ഒന്ന് തൊടണമേ എന്ന് പറഞ്ഞ ഇതിനകത്ത് വന്നതെങ്കിൽ ഇന്ന് രാവിലെ നിന്നെ തൊടുകയല്ല, നിന്റെ കൈക്ക് പിടിച്ച് നീ എത്തേണ്ടിടത്ത് എത്തും വരെ നിന്റെ കൂടെ നടക്കുന്ന ഒരു അസാധാരണ അത്ഭുതം ഇന്ന് രാവിലെ ഇതിനകത്ത് നടക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കൂ, ആ വചനത്തിന്റെ ശക്തി. യേശു തൊടാൻ ആഗ്രഹിച്ചവനെ യേശു ചെയ്തത് തൊട്ടെന്നല്ല, അവന്റെ കൈക്ക് പിടിച്ചു, അവന്റെ കൂടെ നടന്നു. ഇന്ന് രാവിലെ ഈ സന്ദേശം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആരൊക്കെയോ ദൈവാത്മാവ് പിടിക്കുന്നത് ഞാൻ കാണുന്നു. ആരുടെയൊക്കെയോ കൈക്ക് എന്റെ ദൈവം പിടിക്കുന്നത് ഞാൻ കാണുന്നു. അല്ല, ആരുടെയൊക്കെയോ കൂടെ അവൻ നടക്കുന്നത് ഞാൻ കാണുന്നു. എന്തിനെന്നറിയാമോ? ഇതുവരെ കാണാത്തൊരത്ഭുതം, ബേസേദ ഇന്ന് വരെ കാണാത്തൊരത്ഭുതം ഇതിന് പുറത്ത് നടക്കാൻ പോവാ. വിശ്വസിക്കുന്ന ദൈവമൊക്കെ കരമടിച്ച് അല്പസമയം സ്തോത്രം ചെയ്ത് ആരാധിച്ചു പറ, എന്നെ തൊടുകയല്ല, എന്നെ കൈക്ക് പിടിച്ച് എന്റെ കൂടെ നടന്ന് എന്നെ എത്തിക്കുന്നിടത്ത് എത്തിക്കുന്ന ഒരു അത്ഭുതം. നിങ്ങൾ ശ്രദ്ധിക്കുക, വചനത്തിലേക്ക് വരാം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഇവന്റെ വിഷയത്തിൽ ഒരു അത്ഭുതം നടക്കണമെങ്കിൽ ഒരു തൊടിയിൽ കൊണ്ട് നടക്കില്ല. ഇനി പറയുന്ന ദൂത ദൈവമക്കൾ, എന്നെ കേൾക്കുന്ന കേൾവിക്കാർ, എന്റെ പ്രിയ ശ്രോതാക്കൾ, വളരെ ആഴമായി ശ്രദ്ധിക്കണം. ഇന്ന് രാവിലെ ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവദാസന്മാർ പറഞ്ഞതുപോലെ നിങ്ങളിൽ ഒരു അത്ഭുതം നടന്നേ മതിയാകൂ. പക്ഷെ അത്ഭുതം നടക്കണമെങ്കിൽ പാപത്തിന്റെ ചില ഊരുകൾ ഇന്ന് രാവിലെ അഴിയപ്പെടണം. നിന്റെ അത്ഭുതത്തെ തടയുന്ന ചില പാപബന്ധനങ്ങൾ ഇന്ന് രാവിലെ അഴിഞ്ഞേ മതിയാകൂ. എത്ര പേർ ആരാധിക്കുന്നുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, മനുഷ്യനെ കാർന്നതിൽ നിന്ന് അത്ഭുതങ്ങളിൽ നിന്ന് തടയുന്ന ചില പാപത്തിന്റെ ചങ്ങലകൾ ഇന്ന് രാവിലെ സ്വർഗം അഴിക്കുമ്പോ ഇതുവരെ കാണാത്ത ഒരു അത്ഭുതം നിന്നെ ദൈവം ചെയ്യാൻ പോവാ. സമയബന്ധിതമായി ഈ ശുശ്രൂഷകൾ അവസാനിപ്പിക്കണമല്ലോ. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ പാഠത്തിൽ നിന്ന് വിട്ട് നമ്മുടെ ചിന്താ വിഷയത്തിലേക്ക് ഈ രാവിലെ ഒന്ന് മടങ്ങി വരാൻ പോകുക. ശ്രദ്ധിക്കൂ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ആർക്കും വർണ്ണിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങളാണ്. എത്ര വലിയ പൈശാചിക ബന്ധനമുള്ള പട്ടണത്തിലാ നീ നിൽക്കുന്നതെങ്കിലും, എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ, എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, നിന്നെ തകർത്ത് കളയാൻ കഴിയുന്ന ശാപമങ്കുലമായ പട്ടണത്തിലാണെങ്കിൽ ആ ഊരിനകത്തുനിന്ന് ചിലതിനെ പുറത്തു കൊണ്ടുവന്ന് നിന്നോടൊപ്പം ആരാധിക്കാ ദൈവം ഒരുക്കുന്ന ചില ദിവസങ്ങൾ അതിവിദൂരമല്ലെന്ന് ദൈവാത്മാവ് ദൂത് പറയുക. കേവലം ഒരു പ്രസംഗം പ്രസംഗിച്ചു പോകുകയല്ല, വചനത്തിന്റെ വെളിപ്പാട് ഞാൻ ദൂത് വിളിച്ചു പറയുന്നു. ആർക്കും ഇതുവരെ മനസ്സിലാകാത്ത ചില അത്ഭുതങ്ങൾ ദൈവം നിനക്ക് വേണ്ടി. ഞാൻ വാക്യത്തിലേക്ക് മടങ്ങി വരാം. 16-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു, തങ്ങളുടെ സകല വീര്യത്തിലും ലജ്ജിക്കും, അവർ വായ്മേൽ കൈവയ്ക്കുകയും ക്ഷീടന്മാരായി തീരുകയും ചെയ്യും. അവർ പാമ്പ് പോലെ പൊടിനക്കും, നിലത്തെ ഇഴജാതി പോലെ തങ്ങളുടെ കുകയിൽ നിന്ന് വിറച്ചുകൊണ്ട് അവർ പേടിച്ചുകൊണ്ട് നമ്മുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ വരികയും നിന്നെ ഭയപ്പെടുകയും ചെയ്യും. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്താൽ 5 കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കും. ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടെ ഈ ദൂത് ശ്രദ്ധിക്കുക.
ആ ദൂത് പറഞ്ഞു, സമയബന്ധിതമായി ഞാൻ ഈ ശുശ്രൂഷകൾക്ക് വിരാമം കുറിക്കും. 1:16 വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുമ്പോ നാം പ്രതീക്ഷിക്കാത്ത ചിലർ നമ്മുടെ അത്ഭുതങ്ങളെ കാണാൻ പോവുക. എത്ര പേർക്ക് സന്തോഷത്തോടെ സ്തോത്രം പറയാൻ പറ്റും? നിന്നിൽ ഒരു അത്ഭുതം നടക്കത്തില്ലെന്ന് വിധി എഴുതിയ ചിലർ നിന്റെ അത്ഭുതം കാണാൻ പോവുക. സന്തോഷത്തോടെ സ്തോത്രം പറ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം കർത്താവിന്റെ ദാസന്മാർ പരാമർശിച്ചു. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവിടെ 38 വർഷമായി ആ കുളക്കടവിൽ കിടക്കുന്ന മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ കണ്ണ് വന്നപ്പോ അവനെ 38 വർഷമായി ബന്ധിച്ച ബന്ധനം ദൈവം അഴിച്ചു. പക്ഷെ അവിടെ വായിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, 38 വർഷം കൊണ്ട് കാണാത്ത ചിലർ അവന്റെ വിടുതൽ കണ്ടു. ഇന്ന് രാവിലെ സ്തോത്രം പറഞ്ഞ് ആരാധിച്ചു തുടങ്ങുക. 38 വർഷം കൊണ്ട് കാണാത്ത ചില വിടുതലുകൾ ഇന്ന് രാവിലെ ഇവിടെ നടക്കുമോ? ഇതുവരെ കാണാത്ത ചിലർ ഇവിടെ അത്ഭുതം നടക്കാൻ പറയാ. ചിലർ കാണത്തക്ക വിധത്തിൽ, ചിലർ കേൾക്കത്തക്ക വിധത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് രാവിലെ വിശ്വസിച്ചു പറ, നീ കാണത്തില്ലെന്ന് എഴുതിയവർ കാണത്തക്ക വിധത്തിൽ ഒരത്ഭുതം ദൈവം ചെയ്യാൻ പോകുകയാ. 1, ചിലർ കാണും. 2, നിന്നെ ലജ്ജിപ്പിക്കാൻ പദ്ധതിയിട്ടവർ നിന്റെ അത്ഭുതം കണ്ട് ലജ്ജിക്കും. എത്രവർക്ക് സ്തോത്രം പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നീ ലജ്ജിക്കത്തില്ല, ചിലരുടെ മുഖം ലജ്ജിക്കാൻ പോവുക. എത്രവർ സന്തോഷത്തോടെ സ്തോത്രം പറയുക. എന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുമ്പോ ലജ്ജിക്കുമെന്ന് പറയുന്ന ചിലർ ചിലരെ ദൈവം ലജ്ജിപ്പിക്കാൻ പോവുക. 3, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമ്പോ ചിലർ ചെകിടന്മാരായിത്തീരും. ആ ദൂതിഷ്ടപ്പെട്ട ദൈവമൊക്കെ സ്തോത്രം പറ. ഇന്നലെ വരെ നീ തകർന്നെന്നും, ഇന്നലെ വരെ നീ ഉടഞ്ഞെന്നും, ഇനി നിന്നിൽ അത്ഭുതമില്ലെന്നും നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞവർ ചെകിടരാകത്തക്ക വിധത്തിൽ, വാവത്തക്ക വിധത്തിൽ ഒരത്ഭുതം ദൈവം ചെയ്യാൻ പോവോ. ഞാൻ ആ ഭാഗമൊന്നും വിശദീകരിക്കുന്നില്ല. 4-ാമത്തെ വിഷയം, ചിലർ നമ്മുടെ മുമ്പിൽ വിറച്ചുകൊണ്ടുവരും. ഇച്ചിരി പറഞ്ഞ അവിടെ വായിക്കുന്നൊരു പദമുണ്ട്, നിനക്ക് വിരോധമായി പദ്ധതി ഒരുക്കാൻ ഗുഹകൾക്കകത്ത് മറഞ്ഞിരിക്കുന്ന ചിലത് നിന്നിൽ ഒരു അത്ഭുതം നടക്കുമ്പോൾ വിറച്ചുകൊണ്ട് പുറത്തു വരും. നിങ്ങൾ കേൾക്കണോ? വായിക്കാനും സമയമില്ലാത്തതുകൊണ്ട് ഒഴിച്ചു പറയാം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 29-ാമത്തെ വാക്യം. അവൻ വെളിച്ചം ഇങ്ങനെ പറയുന്നു, അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിനെയും ശീലാസിന്റെയും മുമ്പിൽ വീണു. ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? അഭിഷക്തന്മാരെ കാരാഗ്രഹത്തിനകത്ത് ചങ്ങലക്കകത്ത് ബന്ധിച്ചിട്ടപ്പോ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ ഇളക്കി അഭിഷക്തന്മാരുടെ ചങ്ങലകൾ അടിക്കപ്പോ കാരാഗ്രഹ പ്രമണി വിറച്ചുകൊണ്ട് അഭിഷക്തന്മാരുടെ മുമ്പിൽ വീണെങ്കിൽ ഇന്ന് രാവിലെ സ്തോത്രം ചെയ്തു പറ, ചിലർ വിറച്ചുകൊണ്ട് നിന്റെ മുമ്പിൽ വീഴത്തക്ക വിധത്തിലോ ചില ചങ്ങലകൾ അടിക്കുമാറട്ടെ, ചില കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇന്ന് രാവിലെ ഇളകട്ടെ. ശക്തിയോടെ ദൈവത്തെ ആരാധിക്ക. ചില അത്ഭുതം നടക്കാൻ പോവാ. നിന്നെ ബന്ധിച്ചിട്ട ചില ചങ്ങലകൾ അവസാനത്തെ പദം കൂടെ പറഞ്ഞു നിർത്താം. 5-ാമത്തത്, ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത് ചിലർ കണ്ട് ഭയപ്പെടും. ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്യോ. നീ ഭയപ്പെടാനുള്ളവനല്ല. ഇന്നലെ വരെ അല്ല, ഇന്ന് രാവിലെ വരെ, ഈ സന്ദേശം കേൾക്കുന്നത് വരെ നീ ഭയപ്പെടുന്നവനാണെങ്കിൽ ഇന്ന് രാവിലെ വചനം പറയുക, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമ്പോ നിന്നെ ഭയപ്പെടുത്തുമെന്ന് പറഞ്ഞ ചിലർ നിന്റെ അത്ഭുതം കണ്ട് ഭയപ്പെടുന്ന ദിവസങ്ങൾ ഒരു അസാധാരണ ദൈവശക്തി ഇന്ന് രാവിലെ ഈ സ്റ്റുഡിയോയ്ക്കകത്ത് ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്നെ ഭയപ്പെടുത്തുവാൻ നോക്കുന്ന ചിലർ നിന്റെ മുമ്പിൽ ഭയപ്പെടത്തക്ക വിധത്തിൽ എല്ലാ ദൈവമക്കൾ കണ്ണുകൾ അടയട്ടെ, എല്ലാ ദൈവമക്കൾ കണ്ണുകൾ അടയ്ക്കട്ടെ. ഇന്ന് രാവിലെ പറ, മിസ്രൈമിൽ എന്റെ ജനത്തിന് വേണ്ടി ചെയ്ത അത്ഭുതം എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. അതാരും കണ്ട അത്ഭുതമല്ല, ആരും ഇതുവരെ കേട്ട അത്ഭുതമല്ല, ആരും ഇതുവരെ അനുഭവിച്ച അത്ഭുതമല്ല. That will be a different. അതൊരു വ്യത്യസ്തതയുള്ളതായിരിക്കും. ഇന്ന് രാവിലെ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കുമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് രാവിലെ ഹൃദയംഗമായി ഈ സന്ദേശം കേട്ട ദൈവമക്കൾ ഒരു നിമിഷം എന്നോടൊപ്പം നിങ്ങളുടെ കണ്ണുകളെ അടച്ച്, കർത്താവേ, ഇന്നലകളിൽ അത്ഭുതം ചെയ്ത ദൈവം ഇന്നും എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താമസിക്കത്തില്ല കേട്ടോ, ഇനി അതിലേറ്റാവത്തില്ല കേട്ടോ. അല്പം വൈകിയതൊക്കെ നീ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തതുപോലെ ചില അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി ഒരുക്കാൻ വേണ്ടിയാണ്. എല്ലാ കണ്ണുകളും അടയട്ടെ. നീ ലജ്ജിക്കത്തില്ല. ചിലർ നിന്റെ അത്ഭുതങ്ങളെ കാണും. നിന്നെ ഇന്നലകളിൽ നിന്ദിച്ചവരുടെ ചെകിടത്ത് ദൈവം അവരെ ചെകിടരാക്കി മാറ്റും.
ചിലർ നിന്റെ മുമ്പിൽ വിറച്ചു കൊണ്ടുവരും, ചിലർ നിന്നെ ഭയപ്പെടും. എന്താ കാര്യമെന്നറിയാമോ? ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോകുകയാ. നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോകുകയാ. പിതാവേ, ഈ ദൈവവചന സന്ദേശം കേട്ട് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഈ സന്ദേശം കേട്ട ജനത്തിന് വേണ്ടി ഒരത്ഭുതം ദൈവം ചെയ്യണമേ. ഞാനത് കാണും, ഞാനത് കേൾക്കും. നിന്റെ ജനത്തെ നിന്റെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.